വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ഈ ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചു മാറിയ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പൊ നമ്മൾ ഇന്ന് അതേ പാറ്റേണിലെ വീണ്ടും അതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് ടൈം ആൻഡ് വർക്ക്. അപ്പൊ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശൻ മാത്രം ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും അല്ലെങ്കിൽ പൂർത്തിയാകപ്പെടും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു വ്യക്തി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട്, മറ്റൊരു വ്യക്തി മറ്റൊരു ദിവസം കൊണ്ട് പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നുള്ള ചോദ്യത്തിന് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡഡ് ബൈ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി എന്നാണ് പഠിച്ചത്. ഇവിടെ ഇനിയുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു മാർഗത്തിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. ഒരു വ്യക്തി അയാള് തനിയെ ചെയ്തു കഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് രണ്ട് വ്യക്തികളുടെ കോമ്പിനേഷൻ 12, അതിലെ ഒരു വ്യക്തി തനിയെ 30, രണ്ടാമത്തെ വ്യക്തി തനിയെ എത്ര എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, അതായത് എയും ബിയും ചേർന്ന് ഒരു ജോലി X ദിവസം കൊണ്ട് പൂർത്തിയാക്കും, എയും ബിയും ചേർന്ന് ഒരു ജോലി X ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അതിൽ എ എന്ന് പറയുന്ന ആള് തനിയെ Y ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനാണെങ്കിൽ ബി തനിയെ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചത് ഗുണിക്കുക 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 ഡിവൈഡഡ് ബൈ കൂട്ടുക എന്നല്ല പഠിച്ചത്. ഇവിടെ നിങ്ങൾ ഗുണിക്കുക ഡിവൈഡഡ് ബൈ കുറയ്ക്കുക എന്ന് പഠിക്കണം. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, XY ഡിവൈഡഡ് ബൈ. ഇനി കുറയ്ക്കുമ്പോൾ വലുതിന് ചെറുതല്ലേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലായ്പ്പോഴും വലുതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും വലുത്. അപ്പൊ അത് Y ആണ്. അതിൽ നിന്ന് X കുറച്ചാൽ മതി. അതായത് Y മൈനസ് X എന്ന് വരും, Y മൈനസ് X എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഒന്നും കൂടെ പറയുന്നു, എയും ബിയും ചേർന്ന ഒരു ജോലി X ദിവസം കൊണ്ടും എ തനിയെ Y ദിവസം കൊണ്ടും പൂർത്തിയാക്കും. ബി തനിയെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് ചോദിച്ചാൽ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക ഡിവൈഡഡ് ബൈ കുറയ്ക്കുക എന്ന് പഠിക്കണം. കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലുതിന് ചെറുത് കുറയ്ക്കണം, വലുതിന് ചെറുത് കുറച്ചാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രമേശൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തി മാത്രം ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നായിരുന്നു ചോദ്യം. എളുപ്പം. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വ്യക്തി തനിയെ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നല്ല ചോദിച്ചത്. അല്ലെങ്കിൽ ആദ്യ വ്യക്തി, എടാ നമ്മൾക്ക് തരുന്ന കോമ്പിനേഷൻ അവർ തരും. രണ്ടുപേരും കൂടെ എന്ന് പറയുന്ന കാര്യം പറയും, രണ്ടുപേരും കൂടെ എന്നുള്ള കാര്യം പറയും, ഒരാളുടെ തനിയെയും പറയും. രണ്ടാമത്തെ വ്യക്തിയുടെ തനിയായിരിക്കും ചോദിക്കുന്നത്. ചെയ്യേണ്ടത് ഗുണിക്കുക കുറയ്ക്കുക, ഗുണിക്കുക കുറയ്ക്കുക. ഗുണിക്കുക എന്ന് പറഞ്ഞാല് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, 12ഉം 30ഉം കൂടെ ഗുണിച്ചു. ഇനി കുറയ്ക്കുക, വലുതിന് ചെറുത് കുറയ്ക്കണം. 30ൽ നിന്ന് 12 കുറച്ചാൽ 18 ആണ്.
30 നിന്ന് 12 കുറച്ചാൽ 18 വരും. ഇനി വെട്ടിയാൽ മതി. വെട്ടുമ്പോ ശ്രദ്ധിച്ചോണം. എടാ മക്കളെ, താണ്ട ഈ 18ഉം 12ഉം കൂടെ വെട്ടാം, അല്ലെങ്കിൽ 18 30 കൂടെ വേണമെങ്കിലും വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം, 6 കൊണ്ട് വെട്ടാം. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ്. അപ്പം 2 കൊണ്ട് വേണമെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെയും വെട്ടാം, അല്ലെങ്കിൽ 3 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടാം നമുക്ക്. അപ്പൊ ഒറ്റ അടിക്കങ്ങ് തീരും. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2 വരും. ഇനി ഇതാണ്ടേ ഈ 3ഉം ഈ 30ഉം കൂടെ വെട്ടിക്കൂടെ? വെട്ടാം. 3 കൊണ്ട് വെട്ടാം. 3ന്റെ ഗുണിതങ്ങളാണ്. 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 വരും. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 വരും. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 വരും. ഇനി 2ഉം 10ഉം കൂടെ ഗുണിക്കുക. 2 × 10 ഉത്തരം 20 എന്ന് വരും. സോ ആൻസർ 20 ആണ്. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി അതേ ജോലി Y ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 2 പേരും കൂടെ ഒരുമിച്ചാൽ എന്ന് വരുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ കൂട്ടുക. ഇനി 2 പേരും കൂടെ ഒരുമിച്ച് ഉള്ളത് അവർ തരും. അതിലെ ഒരു വ്യക്തി തനിയെ ചെയ്യുന്നതും തരും. രണ്ടാമത്തെ വ്യക്തിയുടെ തനിയെ ഉള്ള ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ വലുതും ചെറുത് കുറയ്ക്കണം. അത്ര ആലോചിച്ചാൽ മതി. ഇതാണ് 2ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. 2 പേരുടെ കോമ്പിനേഷൻ തരുന്നു. അതിലെ ഒരു വ്യക്തി തനിയെ തരുന്നു. രണ്ടാമത്തെ വ്യക്തി തനിയെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നോക്കിയോണേ, ഒരു ജോലി ചെയ്തു തീർക്കാൻ അശോകിന് 9 ദിവസം വേണം, ആദർശിന് 15 ദിവസം വേണം, അനുവിന് 10 ദിവസം വേണം. 3 പേരും കൂടെ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതിലും ഇക്വേഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് ഗുണിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കിട്ടത്തില്ല, ഗുണിച്ചെടുക്കാൻ പാടാം. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 പേരുടെയും കൂടെ വരുമ്പോൾ എക്സ് വൈ ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ആണ് ഇക്വേഷൻ. അപ്പൊ എക്സും വൈയും കൂടെ ഗുണിക്കാൻ ഭയങ്കര പാടാണ്. 15ഉം 9ഉം കൂടെ ഗുണിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ കിട്ടുന്ന ഉത്തരത്തിന് 15ഉം 10ഉം കൂടെ അത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഒരു മാർഗം ലീവ് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ 2 ചോദ്യങ്ങൾ പഠിച്ചു. ആ 2 ചോദ്യങ്ങൾ അതുപോലെ തന്നെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇക്വേഷൻ തന്നെയാണ് ഏറ്റവും എളുപ്പ മാർഗം. പക്ഷെ ഇങ്ങനെ 3ഓ അതിലധികമോ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മറ്റൊരു മാർഗത്തിലേക്കാണ് പോകുന്നത്. ആ മാർഗമാണ് ഒരു ദിവസത്തെ ജോലിയുടെ അളവ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആകെയുള്ള ദിവസങ്ങളെ തലതിരിച്ചാൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് കിട്ടും. ആകെ എത്ര ദിവസമാണോ പറയുന്നത് അതിനെ തലതിരിച്ചാൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ അശോക് ഒരു ജോലി 9 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ അവന്റെ ഒരു ദിവസത്തെ ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 1/9 അല്ലടാ, 1/9. ആദർശ് 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/15. അനു 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/10 ആണ്. അങ്ങനെ ഒരു ദിവസത്തെ ജോലിയുടെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഈ ചോദ്യങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അശോക് പ്ലസ് അശോകും ആദർശും അനു, ഇവര് 3 പേരും കൂടെ ആണ് ചോദിച്ചത്. കണ്ടുപിടിക്കേണ്ടത് അശോക് പ്ലസ് ആദർശ്
പ്ലസ് അനു. ഇവര് 3 പേരും കൂടെ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും അല്ലെങ്കിൽ പൂർത്തിയാകും എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അശോക് ഒരു ജോലി 9 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 1/9 ഒരു ദിവസത്തെ ജോലിയുടെ അളവ് പിടിച്ചാൽ മതി. പ്ലസ് ആദർശ് ഒരു ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/15 ആണ്. 1/15. അനു ഒരു ജോലി, അതേ ജോലി തന്നെയാണ്, 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 1/10 ആണ്. 1/10 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് ഒരു ദിവസത്തെ ജോലിയുടെ അളവാണ് എടുത്തത്. ഓരോരുത്തരുടെയും ഒരു ദിവസത്തെ ജോലിയുടെ അളവ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതിടാ. ഇതെല്ലാം കൂടെ കൂട്ടിയ ആൻസർ ആയി. അപ്പോൾ അശോകിന്റെ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/9, ആദർശന്റെ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/15 ആണ്, അനുവിന്റെ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/10 ആണ്. മൂന്നും കൂടെ കൂട്ടിയാൽ ആൻസർ ആയി. 9, 15, 10 ഭിന്നസംഖ്യകളെ കൂട്ടണമെങ്കിൽ LCM മെത്തേഡ്. ഭിന്നസംഖ്യകളെ കൂട്ടുന്ന മെത്തേഡാണ് LCM മെത്തേഡ്. ഭിന്നസംഖ്യകളെ കൂട്ടുന്ന മെത്തേഡ് LCM മെത്തേഡാണ്. LCM മെത്തേഡ് 9, 15, 10 LCM. 9ന്റെയും 15ന്റെയും 10ന്റെ LCM കണ്ടുപിടിക്കണം. 9 ഉണ്ട്, 15 ഉണ്ട്, 10 ഉണ്ട്. 9, 15, 10 നമുക്ക് വോട്ട് ചെയ്യാം. 9, 15, 10 LCM കണ്ടുപിടിക്കാൻ പോവാം. ഇവിടെ 15ഉം 10ഉം 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. കാരണം LCM കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. LCM കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെങ്കിലും ഹരിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ 15ഉം 10ഉം 5ന്റെ ഗുണിതങ്ങളാണ്. 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 9 അതുപോലെ താത്തിറക്കി. 15നെ 5 കൊണ്ട് ഹരിച്ച 3 വരും. 10നെ 5 കൊണ്ട് ഹരിച്ച 2ഉം വരും. അതായത് ഒരു തവണ 5 കൊണ്ട് ഘടകക്രിയ ചെയ്തു, 5 കൊണ്ട് ഹരിച്ചു. ഇനി വീണ്ടും 9ഉം 3ഉം ഇല്ല, 3 കൊണ്ട് ഘടകക്രിയ ചെയ്തുകൂടെ? ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ് അർത്ഥം. 9നെ 3 കൊണ്ട് ഹരിച്ച 3 വരും. 3നെ 3 കൊണ്ട് ഹരിച്ച 1 വരും. 2 അതുപോലെ താത്തിറക്കി. ഇനി ഘടകക്രിയ ചെയ്യാനുള്ള ഇതില്ല, ഘടകക്രിയ ചെയ്യാനുള്ള സംഖ്യകൾ താഴോട്ടില്ല. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. അതായത് 5 × 3 15, 15 × 3 45, 45 × 2 90. അതായത് LCM 90 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 9ന്റെയും 15ന്റെയും 10ന്റെയും LCM 90. LCM അല്ലെങ്കിൽ ലസാഗു 90 ആണെന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ ഛേദം, ഉത്തരത്തിന്റെ ഛേദം. അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടാൻ അറിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറെ ഭിന്നസംഖ്യകൾ വന്നിട്ട് അതിനെ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ LCM മെത്തേഡ്. ഏത് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ അത് LCM മെത്തേഡാണ്. ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഛേദങ്ങളുടെ ലസാഗു എടുത്ത് അതിനെ പൊതുഛേദമാക്കുക. ഛേദങ്ങളുടെ ലസാഗു എടുത്ത് അതിനെ പൊതുഛേദമാക്കുക. ഛേദങ്ങൾ 9, 15, 10 അതിന്റെ ലസാഗു എടുക്കുക, 90 വരും. അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. 90. ഇനി ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 90നെ 9 കൊണ്ട് ഹരിച്ചാൽ 10 വരും. 10 × 1 11 വരും. പ്ലസ് 90നെ 15 കൊണ്ട് ഹരിച്ച 6 ആണ് വരുന്നത്. 90നെ 15 കൊണ്ട് ഹരിച്ച 6 വരും. 6 × 1 6. പ്ലസ് 90നെ 10 കൊണ്ട് ഹരിച്ച 9 വരും. 9 × 1 9 വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഭിന്നസംഖ്യകളെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഭിന്നസംഖ്യകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന മെത്തേഡാണ് LCM മെത്തേഡ്. എന്താണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ ലസാഗു എടുത്തിട്ട് അതിനെ പൊതുഛേദമാക്കുക. എന്നിട്ട് ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. 90/9 10, 10 × 1 10.
90/15 6, 6 × 1 6. 90/10 9, 9 × 1 9. എടാ മക്കളെ 10 6 കൂടെ കൂട്ടിയാൽ 16 വരും. ആ 16 9 കൂടെ കൂട്ടിയാൽ 16 9 25 വരും. 25/90 എന്ന് വരും. 25/90. 25/90 വരും. അതിനെ നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കാം. 25ഉം 90ഉം കൂടെ വെട്ടാം. എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. 5ന്റെ ഗുണിതങ്ങളാണ്. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 25നെ 5 കൊണ്ട് ഹരിച്ച 5. 25നെ 5 കൊണ്ട് ഹരിച്ച 5 വരും. അതേപോലെ 90നെ 5 കൊണ്ട് ഹരിച്ച 18 വരും. 18 5 90 ആണ്. 90നെ 5 കൊണ്ട് ഹരിച്ച 18 വരും. അപ്പൊ നമുക്ക് കിട്ടിയത് 5/18 ആണ് കിട്ടിയത്. 5/18. ഇതാണ് ഇവര് 3 പേരും കൂടെ ഒരുമിച്ചാൽ, ഇവന്മാര് 3 പേരും കൂടെ ഒരുമിക്കുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് 5/18. ഇവന്മാര് 3 പേരും കൂടെ ചേർന്നാല് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് 5/18. ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് 5/18. അങ്ങനെയാണെങ്കിൽ അതിനെ തലതിരിച്ചാൽ നമുക്ക് ആകെ ദിവസങ്ങളുടെ എണ്ണം കിട്ടത്തില്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ടോട്ടൽ ഡേയ്സിനെ തലതിരിച്ചാൽ ഒരു ദിവസത്തെ വർക്ക്, ആ ഒരു ദിവസത്തെ വർക്കിന് തലതിരിച്ചാൽ ടോട്ടൽ ഡേയ്സ് കിട്ടും. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് 5/18 ആണെങ്കിൽ അതിനെ തലതിരിക്കുക. അപ്പൊ ഉത്തരം 18/5 എന്ന് വരും. 18/5 നോക്കിയാൽ മതി. 18/5 താണ്ട് കിടക്കുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. 18/5 എന്നൊരു ആൻസർ ഉണ്ട്. താണ്ട് ഓപ്ഷൻ ബി ആണ്. ഈ 18/5 ഇല്ലെങ്കിൽ ഇത് വിഷമ ഭിന്നമാണെന്നും അതിന് തുല്യമായ മിശ്ര ഭിന്ന സംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. 18/5 കൃത്യമായിട്ട് ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 2 or 2-ലധികമോ ആളുകൾ വരുന്ന ചോദ്യങ്ങളൊക്കെ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ട് വരുത്തില്ല. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. ഒരു ജോലി ചെയ്തു തീർക്കാൻ എയ്ക്ക് 2 ദിവസം, 2 days, 2 ദിവസം. ബിക്ക് 3 ദിവസം, സിക്ക് 6 ദിവസം. 3 പേരും കൂടെ ഒരുമിച്ചിരിക്കുവാണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ട ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി പൂർത്തിയാക്കാൻ വേണ്ട ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒരു ജോലി 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടുപിടിക്കേണ്ടത്, എടാ മക്കളെ, A+B+C ആണ് കാണേണ്ടത്. എയും ബിയും സിയും കൂടെ ഒരുമിച്ചാൽ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ സംഖ്യകൾ 2, 3, 6 ഒക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച പെട്ടെന്ന് ആൻസർ കിട്ടും. XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് X. സംഖ്യകൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ ഓർമ്മയിലുണ്ടെങ്കിൽ അത് പ്രയോഗിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ജോലിയുടെ അളവെടുക്കണം. ഒരു ജോലി 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ജോലി എത്ര? എടാ, ഒരു ജോലി 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് 1/2. തിരിച്ചിട്ടാ മതി. തിരിച്ചിടണം. തിരിച്ചിടുക. 1/2 പ്ലസ് ബി 3 ദിവസം. ബി ഒരു ജോലി 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ ഒരു ദിവസത്തെ ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. 1/3. ഇനി സി ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എത്ര? തിരിച്ചിട്. 1/6 എന്ന് വരും. ഇനി ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാല് ഒരു ദിവസത്തെ ജോലിയുടെ അളവ് കിട്ടും. അതിന് തലതിരിച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ കൂട്ടണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ്? ഭിന്നസംഖ്യകളെ കൂട്ടുന്ന മെത്തേഡ് LCM മെത്തേഡാണ്. 2ന്റെയും 3ന്റെയും 6ന്റെ LCM 2, 3, 6. 2ന്റെയും 3ന്റെയും 6ന്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഘുതമ സാധാരണ ഗുണിതം എന്നാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. LCM കണ്ടുപിടിക്കുന്ന മെത്തേഡ് അഭാജ്യ സംഖ്യ കൊണ്ടുള്ള ഘടകക്രിയ രീതിയാണ്. ഇവിടെ 3 6 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും.
രണ്ട് ഗുണിതമല്ല, രണ്ടിനെ താത്തിറക്കിയാൽ മതി. രണ്ട് അതുപോലെ താത്തിറക്കി. 3നെ 3 കൊണ്ട് ഹരിച്ച 1 6നെ 3 കൊണ്ട് ഹരിച്ച 2 6നെ 3 കൊണ്ട് ഹരിച്ച 2. സോ 2 കൊണ്ട് വീണ്ടും ഘടകക്രിയ ചെയ്യാം. 2 കൊണ്ട് ചെയ്യാം. 2നെ 2 കൊണ്ട് ഹരിച്ച 1 വരും. 1 അതുപോലെ താത്തിറക്കി. 2നെ 2 കൊണ്ട് ഹരിച്ച 1 വരും. അപ്പോൾ 3 × 2 × 1 × 1 × 1. അപ്പോൾ LCM നമുക്ക് 3 × 2 6, 6 × 1 6 എന്ന് തന്നെ വരും. അങ്ങനെ LCM 6 എന്ന് വന്നു. LCM 6 6. ഇനി LCM കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗം കൂടി ഉണ്ട്. തന്നിരിക്കുന്ന സംഖ്യയിൽ 2, 3, 6 അല്ലേടാ. അതിൽ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. 2, 3, 6 ഏറ്റവും വലിയ സംഖ്യ 6 അല്ലേ. 6നെ 2 കൊണ്ടും 3 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 6 തന്നെയാണ് LCM. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഘടകക്രിയ ചെയ്തിട്ട് 2ന്റെ 3ന്റെ 6ന്റെ LCM 6 ആയിട്ട് കിട്ടും. ഉത്തരം 6 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. 6/2 3, 3 × 1 3. 6/3 2, 2 × 1 2. 6/6 1, 1 × 1 1. അപ്പോൾ 3ഉം 2 കൂട്ടിയ 5, 5 1 6. 6/6 എന്ന് വരും. 6/6 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. 1നെ തലതിരിച്ചാലും 1 തന്നെ വരത്തുള്ളൂ. 6/6 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. 1/1 എന്ന് പറഞ്ഞാൽ തലതിരിച്ചാലും 1 തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ജോലിയുടെ അളവാണ് 1/1. കാരണം 6/6 എന്ന് പറഞ്ഞാൽ 1/1 അല്ലേടാ. 6/6 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. ഇതാണ് ഒരു ദിവസത്തെ ജോലിയുടെ അളവ്. ഇതിനെ തലതിരിച്ചാൽ ഫുൾ ഡേ കിട്ടും. അപ്പൊ 1/1നെ തലതിരിച്ചാലും നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? 1 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പം ഇപ്പൊ 3 പേരൊക്കെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ ഭിന്നസംഖ്യകളെ കൂട്ടാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഭിന്നസംഖ്യകളെ കൂട്ടുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് LCM മെത്തേഡാണ്. സോ LCM മെത്തേഡ് വഴി നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നത്. ചെറിയ നമ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഈ സിലബസ് മാറിയതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ പരീക്ഷയാണ്. അപ്പൊ കൃത്യമായ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കൃത്യമായ ഒരു മെന്റേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ദിശയിൽ കൂടിയാണോ നമ്മൾ സഞ്ചരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ ഐഡിയ കിട്ടത്തുള്ളൂ. സോ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് വേണ്ടി മാത്രമായിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ വീണ്ടും ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. കൃത്യം 2 മാസത്തെ പഠനം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് പൂർത്തിയാക്കി നല്ല രീതിയിൽ റിവിഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ദാണ്ട ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ അടിപൊളി മെത്തേഡുകളൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ് ആയിരുന്നു നമ്മൾ ഇവിടെ ചെയ്തത്. സോ ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി, എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. ഓക്കെ, ബൈ.